ഗൈസ് ലോഗോ കണ്ട് ഞാൻ ഇന്ന് ലോഗോ വൈകുന്നേരം കാണാൻ പോയി. എന്ത് രവന്മാർ ചെയ്ത് വെച്ചിരിക്കണടാ, നമുക്കും വേണ്ടേ സൂപ്പർ ഹീറോസ് ഒക്കെ. അതുപോലത്തെ ഒരു സാധനം, ഒരു എന്തോ വലുതിന്റെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സത്യം പറയാലോ, എന്തോ വലുതിന്റെ ഇതായിട്ട് ഗൈസ്. ഞാൻ അതിലെ ക്യാമിയോ ഒന്നും പറയണില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യും. വെറുതെ ഈ വീട്ടിലിരുന്ന് കണ്ടുവരുന്ന റീൽസിലൊക്കെ ഓരോരുത്തന്മാർ എടുത്തിടും. മമ്മൂട്ടി വന്നു, മോഹൻലാൽ വന്നെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഓരോന്നൊക്കെ എടുത്തിടും കേട്ടാ. അപ്പോൾ ദയവ് ചെയ്ത് സ്പോയിലേഴ്സ് ഒക്കെ വരുന്നതിനും കാണുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല പടമാണ്, കിടിലം പടമാണ്. നാളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി കാണുന്നതാണ് ഏറ്റവും നല്ലത്. കിടിലം മേക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. എന്താ പറയുക, കല്യാണി ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റോളെന്ന് തന്നെ ഞാൻ പറയാം. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം. അപ്പോൾ നമുക്കിന്ന് ടർഫുണ്ട്. സ്പോയിൽ ചെയ്യലെന്നാ ബ്രോ. ഞാൻ മറ്റേ കണ്ട റീച്ചിന് വേണ്ടിയിട്ട് മറ്റേ ഇത് ഊമ്പിത്തരം പറയണമെന്നൊന്നുമല്ല. എനിക്ക് മനസ്സിലാവും ഒരു സിനിമ കാണുന്നവരുടെ പേഴ്സ്പെക്റ്റീവും POV ഒക്കെ മനസ്സിലായ. അപ്പോൾ അത് എനിക്കത് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ലൈവിലിരുന്ന് അത് പറയേണ്ട ആവശ്യമില്ല. അവർ അത്രയും ബഡ്ജറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഇവിടെ ഇരുന്ന് എനിക്ക് മറ്റേ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എനിക്ക് ബേസിക് ബുദ്ധിയൊക്കെ ഉണ്ട്, മനസ്സിലായ. ടഫ്